ഹായ് ഗൈസ്, കുഞ്ഞാപ്പൂസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ആകാശിന്റെ വീട് മലമ്പാമ്പ്. അതെ, മലമ്പാമ്പ് എന്ന് പറയപ്പെടുന്നു. നമ്മൾ പോയി നോക്കുന്നു. അതെ, പറ്റിയാൽ പിടിക്കുന്നു. ഇന്ന് പിടിക്കല് ഇത്തിരി ടാസ്ക് ആണ്, എന്നാലും നമ്മൾ ശ്രമിക്കുന്നു. ഇനി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വാവാ സുരേഷിനെ വിളിക്കുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പരിപാടി? അത് കഴിഞ്ഞ് ഒന്ന് ആലുവയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പരിപാടി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഗൈസ്, അപ്പൊ നമ്മ ആകാശിന്റെ വീട്ടില് നമ്മുടെ മിഷനായിട്ട് എത്തിയിട്ടുണ്ട്. മലമ്പാമ്പ് മിഷനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. വനം വകുപ്പിന് പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഒന്നില്ലെങ്കിൽ ഇത് എൻ്റെ ലാസ്റ്റത്തെ വ്ളോഗാണ്, അല്ലെങ്കിൽ ഇനി ഞാൻ അടുത്ത ഹിറ്റ് വ്ളോഗാണ്. എന്താണ് പറ, എന്താണ് കണ്ടത്? ഗൈസ് ശ്രദ്ധിക്കണം ഗൈസ്. എന്താ പറയാ ചേട്ടാ, പാമ്പിനെ കടിച്ചു ഗണ്ണ നീ എവിടെ കണ്ടെന്ന് പറഞ്ഞു? ആരോട്? ഇത് ബാത്റൂമിനകത്ത് കണ്ടത് कितना प्राइस है? बड़ा अच्छा बड़ा गाइस ടുട്ടാലേക്ക് ഇതാരാണത്? അച്ഛൻ കൊണ്ടെന്ന് വെച്ചാൽ വാള അവിടെ ഉണ്ട്. യുദ്ധത്തിന് എവിടെ പോണ്? എടാ ഈ വ്ളോഗ് ഓഫ് ചെയ്താൽ എല്ലാരും ഇങ്ങോട്ട് പോരും. വ്ളോഗ് ഓഫ് ചെയ്യണ് പാമ്പിനെ കിട്ടുമ്പോ വരാം. കിതർ ഗൈസ്, മിഷൻ ആനാക്കോണ്ട അല്ലേ? ആനാക്കോണ്ട ബിഗ് കാലക്കൊണ്ടോ ഒടിഞ്ഞോണ്ട് എനിക്ക് ചെറിയ പ്രശ്നം. പേടിച്ചിട്ടല്ലേ? അല്ല, എനിക്ക് ഈ കൈക്ക് ബലൂല്ല. പാമ്പ് അതിനകത്തൊന്നും ഇരിക്കുന്ന പാമ്പല്ല, പിന്നെ നിന്റെ അത്ര ഉണ്ട്. പാമ്പല്ല നീ. അങ്ങനെ തിരിച്ചയക്കണേ എന്താണ് കൊല്ലണ്ടേ? ആകാശിന്റെ നമ്പറാണ് കാട്ടെ. ഡൽഹിയിലടുത്ത് തിരിച്ചുവിടാനുള്ള ഹിന്ദിക്കാണ് പൈസ കൊടുക്കാൻ പറയും. ഗൈസ്, എന്തായാലും മലമ്പാമ്പിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഞാൻ വരാം. ഓക്കെ. ഏത് പൈപ്പ്? അവിടെ വലിയ പൈപ്പില്ലേ, 4-5 പൈപ്പ്. എടാ മലമ്പാമ്പി പിടിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പാമ്പ് പിടിച്ചു ഈ മലമ്പാമ്പിനെ പിടിച്ചിട്ടാണ് ഫോറസ്റ്റുകാർക്ക് കൈമാറാം. ചക്കിടെ ഇന്ത്യ പിടിച്ച് വലിച്ചെടുക്കണം പാമ്പിനെ. സച്ച് വേറെ പാമ്പ് വന്നിട്ടുണ്ട്. ഇയർഫോണൊക്കെ ചവിട്ടി കൂട്ടി കൊണ്ടുപോയി. നിന്റെയാണോ?
പാമ്പിനെ പിടിക്കുമ്പോഴാണ് പാട്ട് ഗൈസ് നിരാശകൾ മാത്രമായിട്ട് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും മലമ്പാമ്പിനെ ഞങ്ങൾക്ക് ഗൈസ് അങ്ങനെ മലമ്പാമ്പിനെ കിട്ടിയില്ല. നാളെ വാവ സുരേഷിന് കൈമാറല്ല ഇങ്ങോട്ട് വന്നിട്ട് അവർ സെറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇപ്പം നിലവിൽ ഞങ്ങൾ ഒന്ന് ആലുവ വരെയും പോവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആലുവലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇനി പോകാൻ പോണേന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകാൻ പോവാണ്. അതൊരു വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്താണ് പോകാൻ പോണത്. അതെ, അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്കിൽ നമുക്ക് നല്ല കലക്കൻ നാടൻ വിഭവങ്ങളായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് പലതരം ഫുഡുകളുണ്ട്. അതായത് ലൈക്ക് പഴംപൊരിയും ബീഫ്, പിന്നെ സവാള ബീഫ്, അങ്ങനത്തെ കുറച്ച് കാട ഫ്രൈ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ട്രൈ ചെയ്യാം. അത് വയറ് വാടകയ്ക്ക് എടുത്താൽ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. പ്ലെയിനൊക്കെ പോയി ഇറങ്ങണതും കയറണേം അങ്ങനത്തെ സ്കീമൊക്കെ കണ്ടിട്ട് നമുക്ക് നടക്കണം. അതെ, ഗൈസ് നമ്മുടെ സ്പോട്ടിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് സാധനം വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ചിക്കൻ പീസും കാട ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഉണ്ണിക്കോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാം. ഉണ്ണിക്കൂടാ ഗെറ്റ് റെഡി, ഇതടിയിൽ വെച്ചോ. അങ്ങോട്ട് എടുക്കാം. അങ്ങോട്ട് ഗൈസ് ഇത് കണ്ടോ, ഫ്ലൈറ്റ് വന്നിറങ്ങുന്നുണ്ടോ? ആ ഒരു വൈബത്ത് നമുക്ക് നൈസ് ഒരു മൂഡ് കാട ഫ്രൈ. ആഹാ, ഉണ്ണിക്കുട്ടൻ പോരല്ല, നിങ്ങൾ കടിച്ചെടുക്കട. ഹൗ എങ്ങനെയുണ്ട്? ഇനി ചിക്കൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഗൈസ് എനിക്ക് തിന്നാൻ. കാലം എടുത്ത് ഒരു ഞെരി അങ്ങോട്ട് ജനിച്ച് ഇവൻ പോരല്ലേ ഗൈസ്? കടിക്കാറോടാ, ഞാൻ കടിച്ചടിച്ചടാ, നീ പിടിച്ച്. എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട്. ഐ ആം ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം ഗൈസ്. ഫ്രൈ നോക്കട്ടെ. ഉള്ളിൽ ഭയങ്കര ക്രൗഡ്, അതാണ് പുറത്തോട്ടുണ്ട്. അതെ, അവിടെ സ്റ്റാർട്ടപ്പ് അതിൻ്റെ കാടഫ്രൈ തിന്നണതിൻ്റെ ഒരു രീതിയുണ്ട്. കഴുത്തിൽ അങ്ങനെ പിടിക്കുക, താഴെ എങ്ങനെ പോയണ്ടല്ലോ. അവിടെ ഞങ്ങൾ ഒരു മറ്റേ ഇത് എന്തായാലും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. മെല്ലെ നമുക്ക് കാണാം. അപ്പോൾ ഇത് മൂന്നാമത്തെ സാധനം വന്നിട്ടുണ്ട്. ഇത് കാന്താരി മുട്ട. പിന്നെന്ത് ഇതെന്താടാ? കാടമുട്ട ഫ്രൈ, കാടമുട്ട ബജ്ജി. ഒന്ന് കഴിച്ചോളൂ, ഇതും കണ്ടു നോക്കാം. കലക്കൽ നല്ല ഉള്ളിൽ എന്തോ ഫില്ലിങ് എന്തെന്നാവോ? കാന്താരി കഴിക്കും. കാന്താരി അതന്നെ. കാടമുട്ട ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്.
ഈ ചമ്മന്തിയൊക്കെ ആയിട്ട് ചെറിയൊരു മിക്സ് ഉള്ളത് ഒന്ന് കഴിച്ചു നോക്കും. വേറെ സെറ്റ് എല്ലാം മിക്സ് കഴിക്കുന്ന നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ്. അതെ, നല്ലൊരു മഴയും അല്ലെങ്കിൽ മഴയത്ത് ഫുഡ് അടിപൊളിയാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇരിക്കാൻ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിടിക്കാം. അതെ, സവാളോടെയും ബീഫും അയിവ എന്താ ഗൈസ് വിഷയമാണ്. പരിപ്പോടെയും ഒരെണ്ണം എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ടായി. ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ. അതിനുള്ളമുണ്ട്. വിഷയമാണ്. കഴിച്ചോക്കെ. കഴിച്ചൊരു കാര്യം പറയാം. നല്ല മഴ, നല്ല കോരിച്ചൊരിയുന്ന മഴ. അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് ബീഫ് ചാറക്കായി, കുറച്ച് സവാളോട ബീഫിൽ അങ്ങോട്ട് മുക്ക, ബീഫ് അങ്ങോട്ട് മുക്കി ഒരു ബീഫ് അങ്ങോട്ട് എടുത്ത് ആ മഴയൊക്കെ ആസ്വദിച്ച് ഒന്ന് ട്രൈ ചെയ്യണം. ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വിഷയം കഴിച്ചു. അടുത്തമ്മ കപ്പയും ബീഫ് മുറയുണ്ട്, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്രമില്ല, ഈ സാധനത്തിൻ്റെ അത്രമില്ല. ഇത് കഴിക്കാം. ഈ സാധനം കിട്ടില്ല, കിട്ടുന്ന സാധനം ഒരു പറവരുണ്ട്. എന്റെ ഡാഡിന്റെ അടുത്ത കപ്പയും ബീഫും പറവൂര് തന്നെ കിട്ടുന്ന സ്ഥലമുണ്ട്. അത് ഞാൻ അടുത്തൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. പറവൂര് ഇത് രക്ഷപ്പെട്ടത് ബെസ്റ്റ് കോംബോ എവ. എനിക്ക് പഴംപൊരിയും ബീഫിനേക്കാളും കുറച്ച് ഇഷ്ടം ഇതാണ്ടാ. ശരിയാണ്. അപ്പോൾ ഈ ചായ കുടിച്ച് നല്ല മഴയത്തൊക്കെ നൈസൊരു വൈബ് പിടിച്ച് പോവുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു നമ്മൾ എത്ര ദിവസം ഉണ്ടാവും, ഒരു 3 മാസം മുന്നേ ഞങ്ങൾ ഇതേപോലെ വിഷന്ന് കൊടല് കരിഞ്ഞ് അതാർക്കണം ഇവിടെ വരാൻ വേണ്ടി പറൂര് തുടങ്ങി കണ്ടകണ്ടായിട്ട് ഇവിടെ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വന്ന് വിശന്ന് കൊടല് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കട തുറന്നിട്ടില്ല. അന്ന് പോയതാണ്. പിന്നെ സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ്. അതെ, പ്ലെയിൻ ഇറങ്ങുന്നതും പൊങ്ങുന്നതൊക്കെ കാണാം. നല്ലൊരു വൈബാണ്. അപ്പം എന്താ പറയാ, നല്ലൊരു വൈബ് ഈവനിങ്. ഒരു വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കാണാൻ പറ്റും. ഇപ്പം ഇത്തിരി ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടിപൊളി ഫാമിലിയൊക്കെ ആയിട്ട് വരിക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഓക്കെ, cheers.